ഞാൻ ആ പ്രശ്നത്തിനെ പറഞ്ഞ് വഷളാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ആളുകളുടെ മെൻറ്റാലിറ്റിയെക്കുറിച്ച് എനിക്ക് പറയണം. ആർക്കെന്ത് സംഭവിച്ചാലും ഞാൻ മാത്രം നന്നാവണം എന്ന ചിന്തയാണ് ഭൂരിഭാഗം ആളുകൾക്കുമുള്ളത്. കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, ലഹരി ഇതൊക്കെ മാത്രമായിരുന്നു ഈ അടുത്തുവരെയുള്ള വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മനുഷ്യന് കാണാനും കേൾക്കാനും കഴിയാത്ത അത്രയും ക്രൂരമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്തുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന ചോദ്യത്തിന് റഷ്യൻ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞൊരു മറുപടിയുണ്ട്. സഹാനുഭൂതി, എമ്പതി എന്നാണ് അവർ പറഞ്ഞത്. അതായത് എൻ്റെ സ്ഥാനത്ത് നീ നിന്നെ സങ്കല്പിക്കുക, അതുതന്നെയാണ് എമ്പതി അഥവാ സഹാനുഭൂതി. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ കണ്ണടച്ചിട്ട് ആ കിടക്കുന്ന കുട്ടി ഞാനായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുക. മറ്റുള്ളവരുടെ വികാരങ്ങളെയും മാനസികാവസ്ഥയും എന്താണെന്ന് തിരിച്ചറിയാനും അതിനെക്കുറിച്ചിട്ട് സ്വന്തം പെരുമാറ്റത്തെ പാകപ്പെടുത്താനുള്ള ഒരു കഴിവിനെയാണ് എമ്പതി എന്ന് പറയാം. ഈ അടുത്ത് കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥി കടന്നു പോകേണ്ടി വന്ന ക്രൂരതയുടെ നേർചിത്രം കാണാനിടയായി. സത്യം പറഞ്ഞാൽ ആ വിഷ്വൽസ് കണ്ട മനുഷ്യരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ നമുക്കിങ്ങനെ ഷെയർ ചെയ്ത് പോയി. എൻ്റെ മനസ്സ് യഥാർത്ഥത്തിൽ കുറച്ച് ഡിപ്രസ്ഡ് ആണ്. അതുകൊണ്ട് ആ വിഷ്വൽസ് അറിയാതെ പോലും ആരും കാണരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോമ്പസ് കൊണ്ട് മേലാകെ വരഞ്ഞ് ചോര വരുത്തി. ആ മുറിവിലും വിദ്യാർത്ഥിയുടെ വായിലും ലോഷൻ ഒഴിച്ചു. സ്വകാര്യ ഭാഗത്തുകൂടി വലിയ ഡമ്പൽ കയറ്റി വെച്ചു. ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരുന്നു. അസഹനീയമായ വേദന കണ്ട ആ കുട്ടി ആർത്ത് കരഞ്ഞപ്പോൾ അത് കേട്ട് സന്തോഷിച്ചു, ആർത്ത് ചിരിച്ചു, എല്ലാം വീഡിയോ പിടിച്ചാഘോഷിച്ചു. കോട്ടയത്ത് നടന്ന റാഗിങ്ങിൻ്റെ വീഡിയോയിലൂടെ ഞാൻ അറിയാതെ കണ്ടുപോയതാണിതെല്ലാം. മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെ ക്രൂരമാകാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? ഒരിക്കലും മനുഷ്യർക്ക് പറ്റില്ല. പക്ഷേ മനുഷ്യക്കോലമുള്ള ചില നരഭോജികൾക്ക് പറ്റും. അതാണ് കോട്ടയത്ത് നമ്മൾ കണ്ടത്. റാഗിങ് എന്ന ഓമനപ്പേര് പറഞ്ഞ് ലഘൂകരിക്കാനുള്ള ഒരു വിഷയമല്ലിത്. അറിവുകാരുടെ മനസ്സിൽ പോലും ഇതിനേക്കാൾ ദയവുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത്തരം ക്രൂരതകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആ പ്രശ്നത്തിനെ പറഞ്ഞ് വഷളാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ആളുകളുടെ മെൻറ്റാലിറ്റിയെക്കുറിച്ച് എനിക്ക് പറയണം. ആർക്കെന്ത് സംഭവിച്ചാലും ഞാൻ മാത്രം നന്നാവണം എന്ന ചിന്തയാണ് ഭൂരിഭാഗം ആളുകൾക്കുമുള്ളത്. ഇത് തന്നെ അടുത്ത തലമുറയ്ക്കും പകർന്നു കൊടുക്കുന്നു. അങ്ങനെ മറ്റുള്ളവരോട് എമ്പതി ഇല്ലാതെ വരുന്ന ജനറേഷൻ ഇത്തരം ക്രൂരതകൾ കാട്ടിക്കൂട്ടുന്നു. ഇത് പറയുമ്പോൾ തന്നെ പലരും ചോദിക്കാം, എമ്പതിയോ? എന്താണ് ഈ സംഗതി? എമ്പതി എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. അതായത് എൻ്റെ സ്ഥാനത്ത് നീ നിന്നെ സങ്കല്പിക്കുക, അതുതന്നെയാണ് എമ്പതി അഥവാ സഹാനുഭൂതി. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ കണ്ണടച്ചിട്ട് ആ കിടക്കുന്ന കുട്ടി ഞാനായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുക. മറ്റുള്ളവരുടെ വികാരങ്ങളെയും മാനസികാവസ്ഥയും എന്താണെന്ന് തിരിച്ചറിയാനും അതിനെക്കുറിച്ചിട്ട് സ്വന്തം പെരുമാറ്റത്തെ പാകപ്പെടുത്താനുള്ള ഒരു കഴിവിനെയാണ് എമ്പതി എന്ന് പറയാം. കാരണം അങ്ങനെ നമ്മളെ സ്വയം മറ്റുള്ളവരുടെ സ്ഥാനത്ത് കാണുമ്പോൾ അവർക്ക് പലതും എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. അപ്പോൾ മാത്രമേ അവൻ മനുഷ്യനാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടനയായ WHO ലോകത്താകമാനമുള്ള കുട്ടികൾ നിർബന്ധമായും കൈവരിച്ചിരിക്കേണ്ട ലൈഫ് സ്കില്ലിൻ്റെ ലിസ്റ്റിൽ എമ്പതി എന്ന പ്രധാനപ്പെട്ട സ്കിൽ ഉൾപ്പെടുത്തിയത്. കാരണം എമ്പതി ഇല്ലാത്ത ലോകം മരുഭൂമിക്ക് തുല്യമാണ്. അവിടെ എല്ലാം നശിക്കുകയുള്ളൂ, ഒന്നും തളിർക്കില്ല. സത്യത്തിൽ അവനവനെ അറിയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരെ കൂടി അറിയുക എന്നത്. മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങൾ സ്വന്തം അനുഭവങ്ങളായിട്ട് കാണാൻ പറ്റണം. പക്ഷേ ഇന്ന് മറ്റൊരാളുടെ വേദനകളെക്കുറിച്ച് അറിയുക എന്ന് പറയുന്നത് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നായിട്ടാണ് മാറിപ്പോയിരിക്കുന്നത്. ഇതുതന്നെയാണ് ഇത്തരം അക്രമങ്ങളും സ്വഭാവങ്ങളും ക്രൂരതകളുമൊക്കെ കൂടി വരാൻ ഈ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് എനിക്ക് തോന്നിയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 15 വയസ്സുകാരിയായ വിദ്യാർത്ഥി നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് നമ്മൾ വാർത്തകൾ കണ്ടിരുന്നു. നമ്മളുമൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അതിലൊരുപാട് സെലിബ്രിറ്റികൾ ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തു. അതിൽ നടൻ പൃഥ്വിരാജ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. വീടുകളിലും വിദ്യാലയങ്ങളിലും അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളെ പഠിപ്പിക്കേണ്ട ആദ്യ പാഠം സഹാനുഭൂതിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സഹാനുഭൂതി ഇല്ലാതെ വളരുന്ന കുട്ടികൾക്ക് മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാൻ കഴിയില്ല. പലപ്പോഴും അവർ ഉപദ്രവിക്കുന്ന കൂട്ടുകാരെ മനുഷ്യരായല്ല, അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമായിട്ടായിരിക്കും അവർ കാണുക. ഈ ബുള്ളിങ്ങും പ്രാങ്കുകളുമൊക്കെ ചെയ്യുന്ന വീഡിയോകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇതെല്ലാം കുട്ടികളുടെ മനസ്സിനെ
വളരെ തെറ്റായ രീതിയിലാണ് സ്വാധീനിക്കുന്നത്. അതൊരു വിനോദമായിട്ട് കാണും. മറ്റുള്ളവരുടെ വീഴ്ചകൾ എൻ്റർടൈൻമെൻറ്റായിട്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമ്മളും ഒന്ന് സ്വയം ചിന്തിക്കുക, അത് ഞാനായിരുന്നുവെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള. മറ്റുള്ളവരെ അപമാനിക്കുന്നതും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് നോർമലാണെന്നുള്ളൊരു ധാരണ ഈ വീഡിയോകൾ സൃഷ്ടിച്ചു വയ്ക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, സഹപാഠികളുടെയോ സമപ്രായക്കാരുടെയോ സുഹൃത്തുക്കളുടെയൊക്കെ ഇടയിൽ ഒരു സ്ഥാനം കണ്ടെത്താനും അവർക്കിടയിൽ അംഗീകാരം നേടാനായിട്ടൊക്കെ ഇത്തരം കുറ്റകൃത്യങ്ങൾ പങ്കാളികളാകുന്ന ഒരുപാട് കുട്ടികളുമുണ്ട്. ഒരുപക്ഷെ ഇത് ഗ്രൂപ്പ് മെൻറ്റാലിറ്റി, പിയർ പ്രഷർ എന്നൊക്കെ പറഞ്ഞതിനെ വിളിച്ച് ഓമനപ്പെട്ട് വിട്ട് വിളിക്കാറുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളിലൊക്കെ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള അതിർവരമ്പുകൾ മായുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും പേടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയൊരു കാര്യമാണെന്ന ചിന്തകൾ കുട്ടികൾ ഉണ്ടാകുകയൊക്കെ ചെയ്യും. ഇവിടെയെല്ലാമാണ് വയലൻസ് നിറഞ്ഞിട്ടുള്ള ഗെയിമുകളുടെയും വയലൻസ് മാത്രം നിറഞ്ഞിട്ടുള്ള സിനിമകളുടെയും ഒക്കെ സ്വാധീനം. അതുകൊണ്ട് ധാർമ്മികത എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി വേണം കുട്ടികളെ വളർത്താൻ എന്നതാണ് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ധാർമ്മികത അഥവാ മൊറാലിറ്റി? ഒരു മനുഷ്യനിലുള്ള കരുണ, സഹാനുഭൂതി, സഹജീവി സ്നേഹം, മനുഷ്യത്വം, സത്യസന്ധത, ഇതൊക്കെയാണ് അതിൻ്റെയൊക്കെ ആകെ തുകയാണ് ധാർമ്മികത അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ധാർമ്മികതയില്ലാത്ത ചില ജന്മങ്ങളാണ് നമ്മളുടെ സമൂഹത്തിൻ്റെ ശാപം. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, കുട്ടികളെ നമ്മൾ ഏത് കൂടിയ കോളേജിലോ സ്കൂളിലോ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. എത്ര നല്ല കോഴ്സ് പഠിപ്പിച്ചിട്ടും അവർക്ക് എത്ര റാങ്ക് കിട്ടിയിട്ടും കാര്യമില്ല. മറിച്ച് അവർ നല്ല മനുഷ്യരാണോ, അവർക്ക് മറ്റുള്ളവരുടെ സ്നേഹത്തോടെയും സഹാനുഭൂതിയിലൂടെയും അനുകമ്പയിലൂടെയും എമ്പതിയിലൂടെയും ഒക്കെയാണോ വളരുന്നത് എന്ന് മനസ്സിലാക്കാൻ പേരൻസിന് സാധിച്ചില്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ്. നിങ്ങളുടെ പേരൻറ്റിങ് കട്ട തോൽവിയാണ് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മാത്രമേ നിങ്ങളുടെ പേരൻറ്റിങ് കംപ്ലീറ്റ് ആണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതിൽ വിജയിക്കുന്നവർ മാത്രം. അല്ലാത്ത പക്ഷം ഒരു മനുഷ്യൻ എന്ന നിലയിലും പേരൻ്റ് എന്ന നിലയിലും നിങ്ങൾ ലോകം കണ്ട തോൽവിയാണ്, പരാജയമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പല മാതാപിതാക്കൾക്കും അതിന് കഴിയാതെ പോയതുകൊണ്ടാണ് കോട്ടയത്തെ പോലെയുള്ള പല നരാധമന്മാരുടെയും അവരുടെ ക്രൂരതകളുമൊക്കെ നമ്മൾക്ക് കാണേണ്ടി വന്നത് എന്ന് ചുരുക്കം. ഇത്തരം ക്രൂരമായ പീഡനങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലെ ഒരു കോളേജിൽ പോലും, ഒരു സ്കൂളിൽ പോലും, ഒരു കുട്ടിയുടെ മനസ്സിനകത്ത് പോലും റാഗിങ് എന്ന് പറയുന്ന ഇത്രയും ഹീനമായിട്ടുള്ള പീഡനമുറകളുള്ള ഒരു കാര്യം പോലും ആരും ചിന്തിക്കാൻ ഇടം വരാത്ത തരത്തിൽ ഈ 5 പേരെയും നിയമത്തിൻ്റെ ഏറ്റവും പരമാവധി ശിക്ഷ കൊടുത്ത് അവരെ തുറങ്കിലടയ്ക്കണം എന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.